പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിരീക്ഷണത്തിലാക്കാൻ പോലീസിന് സർക്കാരിൽ നിന്നും നിർദ്ദേശം. അതിനിടെ വീണ്ടും രാഹുൽ മുങ്ങിയെന്ന് സൂചനയുണ്ട്. ഒളിവിലേക്ക് പോകാൻ രാഹുലിനെ അനുവദിക്കരുതെന്നാണ് പോലീസിന് സർക്കാരിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം. രാഹുലിനെ പോലീസ് പിന്തുടരും. ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ഹർജിയിൽ അനുകൂല വിധിയുണ്ടായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും. രാഹുലിനെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധിയാണ് പ്രോസിക്യൂഷൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് റഡാറിൽ തന്നെയുണ്ട് രാഹുൽ എന്ന് ഉറപ്പിക്കുന്നത്. പാലക്കാട് നിന്നും രാഹുൽ മാറുമെന്ന് സൂചനയുണ്ട്. അടൂരിലെ വീട്ടിലേക്ക് രാഹുൽ പോകുമെന്നാണ് റിപ്പോർട്ട്. ഇത് വീണ്ടും ഒളിവിൽ പോകാനുള്ള ശ്രമമായി പോലീസ് വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർശന നിരീക്ഷണമാണ് പോലീസ് ഒരുക്കുന്നത്. അതിനിടയിലും രാഹുൽ വീണ്ടും മുങ്ങിയെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ആദ്യ ബലാത്സംഗ പരാതി വന്നതോടെ രാഹുൽ ഒളിവിൽ പോയി. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യവും നൽകി. ഈ ജാമ്യവും ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. ആദ്യ ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി ഉത്തരവും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വോട്ട് ചെയ്യാൻ രാഹുൽ എത്തിയത്. എവിടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ വൈകിട്ട് വരെ എന്ന് ആർക്കും അറിയില്ല. 15 മിനിറ്റ് മുൻപാണ് എം.എൽ.എ. ഓഫീസിൽ വിവരം കിട്ടിയത്. വരും വോട്ട് ചെയ്യുമെന്ന സൂചന ലഭിച്ചിരുന്നുവെന്ന് മാത്രം. പോലീസും വിവരങ്ങൾ അറിഞ്ഞിരുന്നു. സുരക്ഷയൊരുക്കി. കഴിഞ്ഞ ദിവസം രാത്രി രാഹുൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു. ഇതിനുശേഷം രാഹുൽ മുങ്ങിയെന്ന് സൂചനയുണ്ട്. പാലക്കാട്ടെ വീട്ടിലാണ് രാഹുൽ ഉള്ളതെന്നാണ് സൂചന. രാഹുൽ കഴിഞ്ഞ ദിവസം രാത്രി തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്നു. മാധ്യമങ്ങളും പോലീസും പിറകെയുണ്ടെന്ന് മനസ്സിലാക്കി ഈ ശ്രമം ഉപേക്ഷിച്ചു. അതിനുശേഷം വീട്ടിലോ ഓഫീസിലോ വന്നിട്ടില്ല. മാത്തൂർ വഴി പാലക്കാട്ട് രാഹുൽ എത്തിയെന്നാണ് വിലയിരുത്തൽ. ഏതായാലും രാഹുൽ എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. അടൂരിലെ വീട്ടിലും പോലീസ് കർശന നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇവിടെ രാഹുൽ എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്ന് കോയമ്പത്തൂരെത്തി അവിടെ നിന്ന് പാലക്കാട്ട് സുഹൃത്തിന്റെ വീട്ടിലെത്തിയെന്നാണ് ലഭ്യമായ വിവരം. എം.എൽ.എയുടെ വാഹനം അവിടേക്ക് വരുത്തി വോട്ട് ചെയ്യാൻ വന്നു. 3 ദിവസം മുൻപ് വരെ പോലീസ് അന്വേഷണ സംഘം രാഹുലിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നുവെന്നാണ് അവകാശവാദം. എന്നാൽ രാഹുലിനെ കുറിച്ചൊരു തുമ്പും പോലീസിന് കിട്ടിയിരുന്നില്ല. മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ നിർത്തി. 15 ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ്. വോട്ട് ചെയ്യാൻ എത്തുമെന്ന് പാലക്കാട്ടെ രാഹുലിന്റെ സുഹൃത്തുക്കൾക്ക് കഴിഞ്ഞ ദിവസമാണ് വിവരം കിട്ടിയത്. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചാൽ രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുമെന്നായിരുന്നു അറിയിപ്പ്. ഇന്നലെ ഉച്ചയ്ക്ക് മുൻകൂർ ജാമ്യം നൽകിയ വിധി വന്നതോടെ രാഹുലിന്റെ വരവ് അനുയായികൾ ഉറപ്പിച്ചു. എം.എൽ.എ. ആയ ശേഷമുള്ള രാഹുലിന്റെ ആദ്യ വോട്ടായിരുന്നു ഇത്തവണത്തേത്. രാവിലെ വോട്ട് ചെയ്യാനെത്തിയാൽ തെരഞ്ഞെടുപ്പ് ദിവസത്തെ ചർച്ചാ വിഷയം ഇതാകുമെന്നും അത് ദോഷകരമാകുമെന്നും മുൻകൂട്ടി കണ്ടാണ് വൈകിട്ട് വോട്ട് ചെയ്യാൻ എത്തിയാൽ മതിയെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്.